പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. പ്രിയ മക്കളെ, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ നാവും മറ്റു ചില ചെറിയ വസ്തുക്കളും കാണാൻ കഴിയുന്നുണ്ട്. 3-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, ഇതിനകത്ത് ചെറിയ ചെറിയ വസ്തുക്കളെ കുറിച്ച് കാണാൻ കഴിയും. അതൊന്ന് പറയുന്നുണ്ട്. അതായത് കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ, വലിയ കപ്പലുകളെ നിയന്ത്രിക്കുന്ന ചുക്കാൻ, വലിയ കാട് കത്തിക്കുന്ന ചെറിയ തീപ്പൊരി, വലിയ കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കുന്ന ചെറിയ നാവ്. ഇനി നമുക്ക് ഹല്ലേലൂയ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏകദേശം 12 കാര്യങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ നാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ അവയവം, വളരെ വമ്പു പറയുന്നു, തീയാണ്, അനീതിയുടെ ലോകം, ദേഹത്തെ മുഴുവനും മലിനമാക്കുന്നു, ജീവചക്രത്തിന് തീ കൊളുത്തുന്നു, മെരുങ്ങാത്തത്, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്, ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു, നല്ല സംസാരത്തിന് കഴിവുള്ളത്, കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉളവാക്കുവാൻ കഴിവുള്ളത്. ഹല്ലേലൂയ. നോക്ക്, ഈ 3-ാം വാക്യം മുതൽ വായിച്ചു നോക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ഹല്ലേലൂയ ചില നാവുകളെ കുറിച്ചൊന്ന് നോക്കാം. അതായത് യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ അണലിയുടെ നാവ്, അവൻ സർപ്പവിഷം നുകരും, അണലിയുടെ നാവ് അവനെ കൊല്ലും. അടുത്തതായിട്ട് മധുര വാക്കു പറയുന്ന നാവ്, സങ്കീർത്തനം 5:9, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. അടുത്തതായിട്ട് വമ്പു പറയുന്ന നാവ്, സങ്കീർത്തനം 12:3 പറയുന്നുണ്ട്, കപടമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. അടുത്തതായിട്ട് ഫോഷ്കുള്ള നാവ്, സങ്കീർത്തനം 109:2, ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു, ഫോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നോക്കൂ, വഞ്ചനയുള്ള നാവ്, അല്ല അതോടുകൂടെ തന്നെ വ്യാജമുള്ള നാവ്, ഇവ രണ്ടും 120-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. അടുത്തതായിട്ട് നോക്കൂ, വക്രതയുള്ള നാവ്, ഹല്ലേലൂയ, ജ്ഞാനമുള്ള നാവ്, ജ്ഞാനം മുളപ്പിക്കുന്ന, അതായത് സദൃശവാക്യം 10:31 പറയുന്നുണ്ട്, നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ
ഛേദിക്കപ്പെടും. അടുത്തതായിട്ട് നോക്കൂ, സുഖപ്രദമായ നാവ്. സദൃശവാക്യം 12:18 പറയുന്നുണ്ട്, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വഷളത്വമുള്ള നാവ്. സദൃശവാക്യം 17:4 പറയുന്നുണ്ട്, ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. അടുത്തതായിട്ട് വികട നാവ്. സദൃശവാക്യം 17:20 വക്രത ഹൃദയമുള്ള നന്മ കാണുകയില്ല, വികട നാവുള്ളവൻ ആപത്തിലകപ്പെടും. അടുത്തതായിട്ട് മൃദുവായുള്ള നാവ്. സദൃശവാക്യം 25:15 ദീർഘക്ഷാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു, മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു. അടുത്തതായിട്ട് വിക്കി വിക്കി പറയുന്ന നാവ്. യെശയ്യാവിന്റെ പുസ്തകം 28:11 അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോടെ സംസാരിക്കും. അടുത്തതായിട്ട് ഏഷണി പറയുന്ന നാവ്. സദൃശവാക്യം 25:23 വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ നാവ് കൊണ്ട് നാം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ഹല്ലേലൂയ പല പുസ്തകങ്ങളിലൂടെ ഇപ്പോൾ പറയുവാനിടയായി തീർന്നല്ലോ. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ, അത് ലോകമായി, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നാം ഒരു കാര്യം സൂക്ഷ്മമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ദൈവം എത്ര സൂക്ഷ്മമായിട്ടാണ് നാവിനെ വായ്ക്കുള്ളിൽ സൃഷ്ടിച്ചതെന്ന് നാം ഒന്ന് ഓർത്തു നോക്കണം. ഹല്ലേലൂയ. നോക്കൂ, അതിന് ചുറ്റും പല്ല്, ഹല്ലേലൂയ, അതിനെ ചുറ്റി ചുണ്ട്, ഹല്ലേലൂയ, അത്രമാത്രം അടച്ചു പൂട്ടിയാണ് ഹല്ലേലൂയ നാവിനെ ഹല്ലേലൂയ വായ്ക്കുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ നാവ് പലപ്പോഴും വരുത്തി വെക്കുന്ന പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ ഉറക്കം പോലും കെടുത്തി കളയാറുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഈ ചെറിയ അവയവമാകുന്ന നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അത് സ്തുതിസ്തോത്രങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്, ശപിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ശാപവാക്കുകൾ നമ്മിൽ നിന്ന് മാറ്റിവെച്ച് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, മറ്റുള്ളവരോട് മധുരവാക്കുകൾ പറയുവാൻ നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നതാണ് അത്യുത്തമം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം, നമ്മുടെ നാവിനെ ദൈവസന്നിധി സമർപ്പിക്കുക. ഹല്ലേലൂയ. നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. നാം സൂക്ഷിച്ചാൽ ഈ വമ്പ് പറയുന്നതിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ നാവിനെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവിന് ഹിതമില്ലാത്തത് ഒന്നും പറയുവാൻ ഇതിനിടയാവരുതേ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് ഈ വിഷയം കേൾക്കുന്ന ഹല്ലേലൂയ ഈ കർത്താവ് ചെറിയൊരു മെസ്സേജ് ആണ്. അത് കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അവരവരുടെ നാവിനെ കുറിച്ചൊന്ന് ചിന്തിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. പല വാക്യങ്ങളും ഇന്ന് പറഞ്ഞല്ലോ കർത്താവേ, അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് ഹല്ലേലൂയ അതിലൂടെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്ത ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുപ്പന്റെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോ മക്കളെയും ഒരുക്കത്തോടാക്കി തീർക്കണം. അപ്പ നാവിനെ സൂക്ഷിച്ചു തന്നെ ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.